ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രദേശങ്ങളിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര സന്ദർശനം നടത്തി. വേലിയേറ്റ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ സബ് കളക്ടർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ RD ഓഫീസ് ഉപരോധത്തിന് പിന്നാലെ ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രദേശങ്ങൾ സബ് കളക്ടർ കെ മീര സന്ദർശിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ സബ് കളക്ടർ വേലിയേറ്റ പ്രദേശങ്ങളെല്ലാം നടന്നു കണ്ടു. കൗൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൻ, നാട്ടുകാർ എന്നിവരോടൊപ്പമാണ് ദുരിത പ്രദേശങ്ങൾ സബ് കളക്ടർ സന്ദർശിച്ചത്. വേലിയേറ്റം മൂലം തകർന്ന വീടുകളിൽ സബ് കളക്ടർ നേരിട്ടെത്തി ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് അവർ പറഞ്ഞു. സംരക്ഷണ ഭിത്തികളും സ്ലോയിസും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് സർക്കാരിന് ശുപാർശ നൽകും. ഇതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നേരിൽ കാണുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് 3 മാസം ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങി. ഇപ്പൊ ഞാൻ ജോലിക്ക് പോയിരുന്നു, ജോലിക്ക് വന്നിട്ട് ഇവിടെ നിന്ന് അറ്റം വരെ നീന്തിയാണ് പോണത്. നമ്മൾ കൗൺസിലറോട് പറഞ്ഞിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, ഒന്നും നമുക്ക് ഇന്ന് വരെ ചെയ്ത് തന്നിട്ടില്ല. ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നം എനിക്ക് അറിയുന്നത് തന്നെയാണ്. അന്നും നമ്മളൊരു മീറ്റിംഗ് എടുത്തിരുന്നു, അന്നവർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ നേരിട്ട് കണ്ടപ്പോൾ കുറച്ചും കൂടെ അതിന്റെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ, ഒരു വലിയൊരു മെഗാ പ്രൊജക്ട് തന്നെ വേണം. കാരണം ഒരു സിംഗിൾ വർക്ക് കൊണ്ട്, ഒരു ചെറിയൊരു ഇടപെടൽ കൊണ്ട് നമുക്കത് ശരിയാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ ഫയലുകൾ, നമ്മുടെ ഇറിഗേഷന്റെ തന്നെ കുറെ ഫയലുകൾ നമുക്ക് പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം കൃത്യമായിട്ട്. അതുപോലെ ഇപ്പൊ നമ്മുടെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, ഇവിടെ കോർപ്പറേഷന്റെ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ശുപാർശകളും അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ശുപാർശകളെല്ലാം കേട്ടു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്ത് പ്രയോറിറ്റിയിൽ തന്നെ ചെയ്യാം. സബ് കളക്ടറോടൊപ്പം തഹസിൽദാർ സുനിത ജേക്കബ്, ഇടക്കൊച്ചി വില്ലേജ് ഓഫീസർ രാജേഷ് ഭാസ്കർ, ഇറിഗേഷൻ വകുപ്പ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ദിവ്യ ടി ബാബു, നഗരസഭാ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത അനീഷ് എന്നിവരും ഉണ്ടായിരുന്നു. വേലിയേറ്റ വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി 2 മാസം മുമ്പ് യോഗം ചേർന്ന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് സബ് കളക്ടർ നൽകിയ ഉറപ്പ് നടപ്പിലായിട്ടില്ലെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചത്. ഇതിനിടെ സബ് കളക്ടർ ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് സബ് കളക്ടർ ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രദേശങ്ങൾ സന്ദർശിച്ചത്. ശരിക്കും ജനങ്ങളുടെ പ്രതികരണം നമുക്ക് വളരെ ജെന്യുവനാണ്. അവരൊരു പ്രൊട്ടസ്റ്റിലേക്കൊക്കെ പോയതിൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല റീസൺസ് കാരണമാണ്. ടൈഡൽ ഫ്ലഡിംഗ് എന്ന് പറയുന്നുണ്ട്, വേലിയേറ്റ സമയത്തുള്ള ഫ്ലഡിംഗ്. ഗ്ലോബൽ വാർമിംഗ് കാരണം സീ ലെവലും എല്ലാം റൈസ് ചെയ്ത് വെള്ളം പോവാത്തത്, പല സ്ഥലങ്ങളിലും നികത്തപ്പെട്ട കാരണം കണക്ഷൻ ലൂസ് ചെയ്തത്, പല സ്ഥലങ്ങളിലും ബണ്ടുകൾ തകർന്നിട്ടുണ്ട്, സ്ലൂയിസ് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്കൊരു സിംഗിൾ സൊല്യൂഷൻ ഇല്ല ഇതിന്. ഇതൊരു ഒരു മെഗാ പ്രൊജക്ട് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് ജനങ്ങളുടെ ആവശ്യം, അവരുടെ പെറ്റീഷൻ എല്ലാം ഞാൻ കേട്ടു, കുറെ ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. നമുക്ക് പറ്റുന്നതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് ചെയ്യാം. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.